2024 ഏറ്റവും വലിയ ഓഫർ സെയിലുകൾ ഫ്ലിപ്കാർട്ടിൽ ദ ബിഗ് ബില്യൺ ഡേയ്സ്, ആമസോണിൽ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ. ഈ രണ്ട് ഓഫർ സെയിലുകളും ഈ മാസം അവസാനം, അതായത് സെപ്റ്റംബർ മാസം അവസാനത്തെ ആഴ്ചയിൽ തന്നെ എത്തുമെന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. ഫ്ലിപ്കാർട്ട് എന്തായാലും 95% കൺഫേംഡ് ആണ്. കാരണം ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾ ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേയ്സ് 2024 സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു ലാൻഡിംഗ് പേജ് കാണാം. ബിഗ് ബില്യൺ ഡേ സെയിൽ സ്റ്റാർട്ട് ഫ്രം 29 സെപ്റ്റംബർ 2024 എന്നാൽ അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് സംതിങ് വെന്റ് റോങ്, പേജ് നോട്ട് ഫൗണ്ട് എന്നൊരു ഇന്റർഫേസാണ് വരുന്നത്. പക്ഷേ ഉറപ്പാണ്, അവർ പറഞ്ഞിരിക്കുവാണ് സെപ്റ്റംബർ 29 മുതൽ നമ്മുടെ ആ ഒരു ബിഗ് ബില്യൺ ഡേയ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. പിന്നെ ഈ ഒരു 29 എന്ന് പറയുന്നത് ചിലപ്പോൾ അത് പ്ലസ് മെമ്പറിനായിരിക്കാം, ഇനി നല്ല 28 പ്ലസ് മെമ്പറിനായിരിക്കാം. അതൊക്കെ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഒഫീഷ്യലി എന്തായാലും അവർ കൺഫേം ആക്കുമല്ലോ, ആ സമയത്ത് ഒക്കെ തന്നെ മനസ്സിലാവും. പിന്നെ കുറച്ച് ലീക്ക് കിട്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ ആക്സിസ് ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ ഇവരുടെ ആ ഒരു ഫ്ലിപ്കാർട്ടുമായിട്ടുള്ളത്, അതിന് നമുക്ക് ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് 5% കിട്ടുന്നതാണ്. നോർമലി ഇപ്പോൾ 5% ക്യാഷ് ബാക്ക് ആണെങ്കിൽ അവിടേക്ക് വരുമ്പോൾ ബിഗ് ബില്യൺ ഡേയ്സിൽ അത് 5% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടിലേക്ക് മാറും. കൂടാതെ നമുക്ക് 75,000 ലിമിറ്റ് ഉള്ളവർക്കൊക്കെ തന്നെ 1 ലക്ഷത്തിലേക്ക് ആ ഒരു ഫ്ലിപ്കാർട്ട് പേ ലേറ്റർ ലിമിറ്റ് വരാൻ ചാൻസ് ഉണ്ട്. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി IDFCയുടെ ആ ഒരു EMIs ഇപ്പോഴും കറന്റ് റണ്ണിംഗ് ആണെങ്കിൽ അവർക്കത് കിട്ടാൻ ചാൻസ് കുറവാണ്. ഓൾറെഡി ഞാനൊരു വീഡിയോ അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. IDFC ഇപ്പോൾ എന്തായാലും ഫ്ലിപ്കാർട്ടുമായിട്ടുള്ള ഒരു ഡീൽ അങ്ങോട്ട് വിഡ്രോ ആയിട്ടുണ്ട്. ഇപ്പോൾ ആക്സിസ് ബാങ്ക് ആണ് ടേക്ക് ഓവർ ചെയ്തേക്കുന്നത്. സോ പുതുതായിട്ട് എന്തായാലും ഇതുപോലെ EMIs ഒക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ചിലപ്പോൾ 1 ലക്ഷം വരെ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ ആ ഒരു പേ ലേറ്റർ. എന്തായാലും അതൊക്കെ തന്നെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എത്രയാണെന്നുള്ളതും ആ ഒരു ലിമിറ്റ് എത്രയാണ്, പുതുതായിട്ട് എടുത്തപ്പോൾ എത്ര കിട്ടി, അതൊക്കെ തന്നെ വീഡിയോ കമന്റ് ആയിട്ടുള്ളൂ. മറ്റുള്ളവർക്കും അത് യൂസ്ഫുൾ ആയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരൊന്ന് അറിയട്ടെ നിങ്ങൾക്ക് എത്രയൊക്കെ കിട്ടിയെന്നുള്ളത്. എന്തായാലും ഇത്രയാണ് ഇതുവരെ ആ ഒരു ബിഗ് ബില്യൺ ഡേയ്സിനെ കുറിച്ച് നമുക്ക് ഇപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിലേക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫ്ലിപ്കാർട്ട് ഈ 29 ആക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്കറിയാലോ ഫ്ലിപ്കാർട്ടിൽ എന്ത് വരുന്നു അതാണ് ആമസോണിൽ വരുന്നത്, ആമസോണിൽ എന്താണ് വരുന്നത് അതാണ് ഫ്ലിപ്കാർട്ടിൽ വരുന്നത്. സോ ഇവർ രണ്ടും ഇങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ ആമസോണും ഈ ഒരു 29 അല്ലെങ്കിൽ ആ ഒരു 28 തന്നെ അവരുടെ സെയിലും സ്റ്റാർട്ട് ആക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടാവും. അത് ഉടനെ തന്നെ അറിയുവാണെങ്കിൽ ഉടനെ തന്നെ ഞാൻ അങ്ങോട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ ഇതുപോലുള്ള അപ്ഡേഷനൊക്കെ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കൂടാതെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും രേഖപ്പെടുത്താൻ മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.